ഹായ് ഫ്രണ്ട്സ്, ലോകം ചർച്ച ചെയ്യുന്ന വിഷയമാണല്ലോ ഇന്ത്യയിലെ വോട്ട് ലോട്ടറി. അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം നമ്മുടെ ഭാരതം. ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയെ ഇത്രമേൽ വൈവിധ്യമാക്കി മാറ്റുന്നത് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ്. പക്ഷേ കുറെ കാലങ്ങളായി ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷനും അതിന്റെ നിലപാടുകളും സംശയത്തിന്റെ മുകളിലാണ്. എന്നാൽ ഈ സംശയം സത്യമാണെന്ന് രാഹുൽ ഗാന്ധി തെളിവോടെ സർവ്വ പിന്തുണയോടെയും സമർത്ഥിക്കുന്നത് കാണുമ്പോൾ ജനാധിപത്യ വിശ്വാസികളായ നാം ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരായാലും വല്ലാതെ ഭയപ്പെടുന്നു. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭാവി എന്താണ്? ഈ അപകട സൂചന നമ്മളെ ആശങ്കാകുലരാക്കുന്നു. ഉറങ്ങുന്ന ഇന്ത്യൻ ജനത ഉണരേണ്ടിയിരിക്കുന്നു. ലോകത്തിന്റെ മുന്നിൽ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ യശസ് തകർന്നിരിക്കുന്നു. ഇവിടെ മറവിച്ചിരിക്കുന്ന രാജ്യസ്നേഹികളായ പൗരന്മാർ വർദ്ധന വീര്യത്തോടെ ഉയർത്തിനീക്കാൻ സമയമായി. നാളെ നമ്മുടെ നാട് നയിക്കേണ്ട യുവത ഈ വോട്ടുകൾക്കെതിരെ പ്രതികരിക്കാൻ അമാന്തിക്കരുത്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പ്രതികരിക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥ ഏറ്റവും അത്യാവശ്യ നിലയിലായിരിക്കുന്നു. ഇന്ത്യൻ വോട്ടുകളുടെ രണ്ടാം ഭാഗം. ബ്രിട്ടീഷുകാരിൽ നിന്ന് നമ്മുടെ ഭാരതത്തെ നാം പിടിച്ചു വാങ്ങിയ നാൾ മുതൽ തന്നെ ലോകത്തെ അമ്പരപ്പിച്ചുകൊണ്ട് കൊച്ചു കൊച്ചു നാട്ടുരാജ്യങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഇവിടെ നമ്മുടെ മുൻകാല നായകന്മാർ ചിട്ടപ്പെടുത്തിയെടുത്തതാണ് നമ്മുടെ ജനാധിപത്യ ഭരണ സംവിധാനം. എന്തൊക്കെ പ്രതിസന്ധികളുണ്ടായി? യുദ്ധങ്ങൾ, വിധ്വംസക പ്രവർത്തനങ്ങൾ, ഭീകര പ്രവർത്തനങ്ങൾ, അടിയന്തരാവസ്ഥ, മതസ്പർദ്ധ. അപ്പോഴെല്ലാം നമ്മുടെ ഡെമോക്രാറ്റിക് സിസ്റ്റത്തെ തകർക്കാനോ തൊട്ടുകളിക്കാനോ നാം ആരെയും അനുവദിച്ചിട്ടില്ല. പല രാജ്യങ്ങളിൽ ഭരണപരമായ തുടർച്ചയായ അരാജകത്വം ഉണ്ടായപ്പോഴും നാം ഇവിടെ ജനാധിപത്യത്തിന്റെ സർവ്വ സ്വാതന്ത്ര്യവും സുരക്ഷിതത്വവും അനുഭവിക്കുന്നത് ശക്തമായ ഒരു ഇലക്ഷൻ കമ്മീഷൻ ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് കൂടിയാണ്. ഈ സമയം ശ്രീ ടി എൻ ശേഷൻ എന്ന നട്ടലുള്ള മുഖ്യ ഇലക്ഷൻ കമ്മീഷണറുടെ ബഹുമാനത്തോടെ ഓർക്കേണ്ടതാണ്. ഇന്ത്യയിലെ ജനാധിപത്യത്തിന്റെ ആരാധകരായ പൗരന്മാരുടെ അടിസ്ഥാന ചോദ്യങ്ങൾക്ക് പോലും ഉത്തരം നൽകാനാവാതെ പതറുന്ന ഭരണകൂടവും അതുപോലെ ഒളിച്ചിരിക്കുന്ന ഒരു ഇലക്ഷൻ കമ്മീഷനും വളരെ ലജ്ജാവഹം. ഇന്ത്യ തലകുനിക്കുന്നു ലോകരാജ്യങ്ങളുടെ മുമ്പിൽ. കാലാകാലങ്ങളിൽ 5 വർഷത്തിലൊരിക്കൽ പൗരൻ രാജാവാകുന്ന ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സാണ് ഓരോ തിരഞ്ഞെടുപ്പും. അതിനായിട്ടും ഇലക്ഷൻ കമ്മീഷനും അതിന്റെ പ്രവർത്തനങ്ങളും സുതാര്യമാണ്, ഇംപാർഷ്യലാണ്, ബയസ്ഡാവാൻ പാടില്ല എന്നർത്ഥം. രാഷ്ട്രീയത്തിന് അതീതമാകണം അതിന്റെ പ്രവർത്തനങ്ങൾ. ഇലക്ഷൻ കമ്മീഷണർ അഴിമതി വിമുക്തമാകണം. ഇന്ത്യയുടെ ഡെമോക്രാറ്റിക് സിസ്റ്റത്തിന്റെ ഫ്യൂച്ചറിന്റെയും ആധാരശില എന്നും സമയബന്ധിതമായി പ്രഖ്യാപിക്കപ്പെടുന്ന തിരഞ്ഞെടുപ്പുകളും വോട്ടെണ്ണൽ വരെയുള്ള അതിന്റെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങളുമാണ്. എന്നാൽ ഇപ്പോൾ നമ്മുടെ ജനാധിപത്യത്തിന്റെ കടക്കത്തിന് കത്തിവെക്കപ്പെട്ടിരിക്കുന്നു. ഇതുവരെ നാം ഉൾക്കൊണ്ടിരുന്ന നമ്മുടെ ജനാധിപത്യ സംവിധാനം ചരിത്രത്തിന്റെ ചക്രഭൂമിയിൽ എറിയപ്പെടാതിരിക്കട്ടെ. അതിനായി ഈ രാജ്യത്തെ ഓരോ രാജ്യസ്നേഹിയും പ്രതികരിക്കുക. ജയ് ഹിന്ദ്, ഭാരത് മാതാ കി ജയ്. And thank you so much for hearing me.